എന്ന് അച്ഛൻ പറഞ്ഞ്. അതിനെ പൂർണിമ ഇങ്ങോട്ട് പറഞ്ഞ്, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാണ് ഇതെല്ലാം കേൾക്കേണ്ട വന്നത് മാമൻ്റെ വായിന്ന് എന്ന് ഓള് പറഞ്ഞ്. അന്നേരം അച്ഛൻ അങ്ങോട്ട് പറഞ്ഞ്, ഡേയ്, മറ്റാരെങ്കിലാ എന്നെ പറഞ്ഞത്? നീയും നിൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എങ്ങനെയെങ്കിലും നശിച്ചു പോയാലെന്താ? ആരും അത് ചിരയിക്കില്ല, അത് കണ്ടും കേട്ടും ചിരിക്കുകയുള്ളൂ. ഇന്നോട് ഒരു സംസാരിച്ചിട്ട് ഇനി അങ്ങോട്ട് പോയ പാട് എന്നെ കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അത് നിനക്ക് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെയല്ല, നിൻ്റെ അമ്മേൻ്റെ കൂടെ പറഞ്ഞതാണ് ഞാൻ. അതുകൊണ്ട് നീ ഇങ്ങനെ ജീവിതം പാഴാക്കി നിൽക്കുമ്പോൾ എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാനിട വന്നത്. അതെന്താടി എനിക്ക് അറിയാത്തത് എന്ന് അച്ഛൻ പറഞ്ഞ്. അതിനെ പൂർണിമ പറഞ്ഞ്. പൂർണിമയുടെ മനസ്സിൽ ഈ അച്ഛനിത് ഓളെ ഉപദേശിക്കുന്നത് ഓക്ക് ചീത്ത പറയുന്ന പോലെയാണ് ഓൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഓക്ക് അങ്ങനെ സങ്കടമായിട്ട് തോന്നുന്നത്. എന്നിട്ട് പൂർണിമ അങ്ങോട്ട് പറഞ്ഞു, മാമ വിഷമിക്കണ്ട, ഞാനിവിടെ നിന്ന് പൊക്കോളാം. ഓൻ്റെ കൂടെ പോയിട്ട് ഓൻ്റെ ആട്ടലും തുപ്പലും, ഓൻ അടിക്കുവോ ചതയ്ക്കുവോ, ഏതെങ്കിലും പുഴയിൽ ഉന്തിയിടുവോ, എന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടുമല്ലോ, നിങ്ങൾക്കൊരു സമാധാനമാവുമല്ലോ. നിങ്ങളെ സമാധാനമാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഒഴിഞ്ഞു തരാം മാമ എന്ന് പൂർണിമ ഇങ്ങോട്ട് പറഞ്ഞു. അതിന് അച്ഛൻ പറഞ്ഞു, എടി, ഞാൻ അങ്ങനെയാണ് പറഞ്ഞ എന്നോട്? നീ ഒയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എനിക്കെന്താ മനസ്സിലാവാത്ത? നീ എന്താ ചെറിയ കുഞ്ഞനറ്റാ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇത്രയും സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. നീ ഇത്രയും വന്ന ബുദ്ധിയായി പോയാ എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ പറഞ്ഞു, ആ മാമ, ഞാൻ ഒരു മന്ന ബുദ്ധിയാണ്. അല്ലെങ്കിൽ ഇവനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഇല്ല, മന്ന ബുദ്ധി ആയതുകൊണ്ടാണ് വീട്ടിലും ഉള്ള ആളും കുടുംബക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കുടുംബമല്ലേ, എൻ്റെ അച്ഛൻ്റെ കുടുംബമല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചത്. മാമൻ പറഞ്ഞാൽ എല്ലാ വാക്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. മന്ദബുദ്ധിയാണ്, സമ്മതിച്ച്. ഞാനൊരു മന്ദബുദ്ധി ആയതുകൊണ്ടല്ലേ ഇവനെയും കല്യാണം കഴിക്കാനും സമ്മതിച്ച് ഇവിടെ കയറി വന്നില്ലേ. അപ്പം എത്ര വലിയ മന്ദബുദ്ധിയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞ്. ഇത് കേട്ടപ്പം അച്ഛന് കുറച്ച് ദേഷ്യമായി. നീ എന്തെന്നാ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? നീ ഇവിടെ വന്നതിനാണോ ഞാൻ പറഞ്ഞത്? നീ ഇവിടെ ഇന്നാണോ വന്നത്? ഇന്നലെയാണോ നീ ഇവിടെ വന്നത്? നീ വന്നിട്ട് 3 മാസമായില്ലേ? മാമൻ എന്തെങ്കിലും ഒരക്ഷരം ക്ഷമാന്ന് അങ്ങോട്ട് മിണ്ടീനാ? ഇല്ലാലോ. നിനക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യ ഇവിടെ ഉണ്ടായാ? ഇല്ലാലോ. നല്ല സ്വാതന്ത്ര്യത്തോടു കൂടെയല്ലേ നീ ജീവിച്ചതിവിടെ. അന്ന് ഒരു ദിവസം നിൻ്റെ മാമിക്ക് തലവേദനയായിട്ട് ഇവിടെ വീട്ടിലൊന്നും വെച്ചിക്കില്ല. അന്ന് മുത്ത് പറഞ്ഞില്ല എന്നോട്, വീട്ടിലെല്ലാ സാധനവും ഇല്ലേ, നിങ്ങൾ രണ്ടാളും പെണ്ണുങ്ങളല്ലേ, ഓക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വെച്ച് ഉണ്ടാക്കിയില്ല എന്തെങ്കിലും നിങ്ങൾ? നീ എന്തെന്നാ ചെയ്തേ? 8:30 8:45 രാത്രി സമയത്ത് ആണുങ്ങളെ പോലെ റെയിലും കടന്ന് ഹോട്ടലിൽ പോയിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് അതിനെങ്കിലും മാമൻ എന്തെങ്കിലും പറഞ്ഞില്ല എന്നോട്? അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. നിൻ്റെ ജീവിതം നീ നശിപ്പിച്ച് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത്. പോത്തെ, അത് മനസ്സിലാക്ക്. അല്ലാണ്ട് മാമൻ ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് നീ മനസ്സിൽ കൊണ്ട് കിടക്കല്ല. ഞാൻ പറഞ്ഞത് ചീത്തയല്ലടി, ഉപദേശമാണ് കൊടുത്തത്. നീ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം നന്നാവും. ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ തന്നെ മണ്ണ് വാരിയിട്ടോ, ഞാനതിൽ തടയുന്നില്ല. മാമൻ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ മാമൻ അങ്ങ് മാപ്പാക്കിക്കള.
എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് ഓളെ ഭർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു, അപ്പാ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുതേ. ഓളോട് നിങ്ങളെന്തിനാ മാപ്പാക്കാൻ പറയുന്നത്? മാപ്പാക്കാൻ പറയാൻ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ മാമനും ഏട്ടനും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഓക്ക് നല്ല ഉപദേശം നിങ്ങൾ പറഞ്ഞതല്ലേ. ഓക്കത് മനസ്സിലാവുന്നില്ല. അതിനിപ്പോൾ നമ്മളെന്ത് വേണം? എന്ത് പൂർണിമേൻ്റെ ഭർത്താവ് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓക്ക് ചൂടായി. പൂർണിമ അങ്ങോട്ട് പറഞ്ഞ്, ഓ ഇപ്പോൾ എന്നെ കാണാം നീ ആണ് എൻ്റെ മാമന് വേണ്ടിയതല്ലേ. എനക്കില്ലാത്ത ബന്ധം എനിക്കെന്തുന്നാ? ആപ്പാന്ന് വിളിക്കുന്നവൻ എൻ്റെ മാമനല്ലേ. എൻ്റെ അമ്മേൻ്റെ കൂടെ പറഞ്ഞതല്ലേ. എൻ്റെ അമ്മേൻ്റെ കൂടെയാണോ പറഞ്ഞത് എന്നിവിടെ വേറെ വിറിച്ച് സംസാരിച്ച്. അത് അച്ഛനിഷ്ടമായില്ല. അന്നേരം അച്ഛൻ പറഞ്ഞു, എടീ നീ ഒന്ന് അടങ്ങ്. നിൻ്റെ നാവ് എന്തെന്നാ നീ വർത്താനം പറയുന്നത്? എൻ്റേതാ നിൻ്റേതാന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മളെ കുട്ടിയാണ്. എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ഒഴിവാക്കിയിട്ട് പോകാനല്ല എന്നെ കല്യാണം കഴിച്ചത്. ജീവിതകാലം ഫുള്ളായിട്ടും രണ്ടാളും ഒരുമിച്ച് സുഖദുഃഖങ്ങളൊക്കെ പങ്കിടണം. പങ്കാളികളാ, എല്ലാം മനസ്സിലാക്കണം. അതിനാണ് ജീവിതം. എപ്പോഴും ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് നിനക്ക് തോന്നിയ പോലെ ജീവിക്കുന്നതല്ല ജീവിതം. ആണെങ്കിൽ നീ അന്ന് ഇവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല. നിൻ്റെ ആവശ്യത്തിന് നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നിനക്ക് ഇങ്ങനെ വട്ട് കേസ് പോലെ എനിക്ക് എന്തും കളിക്കാം. ആരും എന്നോട് ചോദ്യം ചെയ്യില്ല. എന്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരാക്കിക്കളയും എല്ലാവരും കൂടി. ഓക്ക് തലയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാണ് ഓളിങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തച്ചിയാക്കി കളയും. അങ്ങനെ പോയാലും സാരമില്ല. ഇപ്പോൾ നീ മാത്രമല്ലല്ലോ, ഓനും കൂടിയല്ലേ നശിക്കുന്നത്. ഓൻ മാത്രമല്ല, 2 മക്കളുമില്ലേ. അതെന്താ നീ കണക്കിലെടുക്കാത്ത എന്ന് അച്ഛൻ പറഞ്ഞ്. അതിന് പൂർണിമ ഇങ്ങോട്ട് പറഞ്ഞ്, മക്കൾ ഐറ്റിയുള്ള അച്ഛൻ്റെ ഭാഗത്തല്ലേ, എല്ലാം ഓൻ്റെ ഭാഗത്തല്ലേ. മക്കൾ ഓൻ്റെ ഭാഗത്തിൽ നിൽക്കാൻ അതിശയപ്പെടാനൊന്നുമില്ലല്ലോ. ഓൻ്റെ ചോരയല്ലേ, പിന്നെ അങ്ങനത്തേനില്ല നിൽക്കുക. ഇപ്പം എൻ്റെ ചോര തന്നെ ഓൻ്റെ കൂടെ നിൽക്കുന്നില്ലേ എന്ന് പറഞ്ഞ്. ആരാടി നീ ആരെക്കൊണ്ടടി പറയുന്നത് എന്ന് അച്ഛൻ ചോദിച്ച്. അതിനെ പൂർണിമ മറുപടി പറഞ്ഞ്, ഞാൻ മറ്റാരെ കൊണ്ടല്ല പറയുന്നത്, മാമനെ കൊണ്ട് തന്നെയാണ് പറയുന്നത്. മാമൻ എൻ്റെ മാമനല്ലേ. നിങ്ങൾ എനക്കല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? എന്നോടല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്? ഇപ്പം മാമ ഓൻ്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത് എന്ന് പൂർണിമ പറഞ്ഞു. അതിന് അച്ഛൻ മറുപടി അങ്ങോട്ട് പറഞ്ഞു, ഡീ നീ വേറെ മാരിമുത്ത് വേറെയാന്ന് ഞാൻ കണ്ടിട്ടില്ല. രണ്ടാളും എൻ്റെ മക്കളാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ അങ്ങോട്ട് പറഞ്ഞു, മതി മാമ, എനിക്ക് ആകെ 5 മാമനല്ലേ. പക്ഷെ ഈ 5 മാമന്മാരുടെ അടുത്തും ആ 4 ആളടുത്തും ഇല്ലാത്ത സ്നേഹമാണ് എനിക്ക് മാമൻ്റെ മേലുള്ളത്. എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ സ്വാമിയേട്ടൻ സ്നേഹമുള്ളതാ, എൻ്റെ സ്വാമിയേട്ടൻ നല്ലതാ, എൻ്റെ സ്വാമിയേട്ടൻ എന്നും കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആളാ എന്ന് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനിങ്ങനെ നിങ്ങളെ മനസ്സിൽ എൻ്റെ മാമൻ മറ്റേ 4 മാമനെ കാണാം, ഈ മാമൻ സ്നേഹമുള്ളതാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ സ്നേഹം ഇല്ലാണ്ടായില്ലേ മാമ എന്ന് പറഞ്ഞ്. അതിന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞ്, എടി മോളെ, അതൊരിക്കലും ഇല്ലാണ്ടാവില്ല. നീ അങ്ങനെ ഇല്ലാത്ത എഴുതാപ്പുറം വായിക്കാൻ നിൽക്കരുത്. ഒരിക്കലും സ്നേഹം ബന്ധം ഇല്ലാണ്ടായി പോവില്ല. ഒരേ രക്തമല്ലേ, ആ ബന്ധം എന്നും ഉണ്ടാവും. നീ എൻ്റെ മോള് തന്നെയാണ്. അത് മാമൻ എന്നും എന്നോട് സ്നേഹമുണ്ട് മോളെ, അതല്ല ഞാൻ പറയുന്നത്.
സ്നേഹം വേറെയാണ്, ബുദ്ധി വേറെയാണ്. സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ട് നീ എന്ത് തോന്നിയാസം ചെയ്താലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? പറയ് എന്ന് അച്ഛൻ പറഞ്ഞു. അതിന് പൂർണിമ പറഞ്ഞ് കരഞ്ഞും കൊണ്ട്, വേണ്ട, സമ്മതിച്ചു കൊടുക്കണ്ട, എനക്ക് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണ്ട. ഓനില്ലേ, ഓന് എന്തെല്ലാം ചെയ്ത് അതൊന്നും മാമൻ പറഞ്ഞില്ലാലോ. അതിന് സമ്മതിച്ചു കൊടുക്ക്. ഓന് നിങ്ങൾ വളം വെച്ച് കൊടുക്ക്. ഓനല്ലേ ഇപ്പം നിങ്ങൾക്ക് നല്ലത്. ഞാൻ വെറും ചീത്തയല്ലേ, പിഴയല്ലേ എന്ന് പൂർണിമ അച്ഛനോട് അങ്ങോട്ട് പറഞ്ഞു. അതിന് അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, എടീ, ഞാൻ എന്തെന്നാ പറയുന്നത്, നീ എന്തെന്നാ പറയുന്നത്? ഒരു വീക്കങ്ങ് ഞാൻ വെച്ചെന്നാലുണ്ടല്ലോ കണ്ണും മൂടുണ്ടാവില്ല. നീ അത് മനസ്സിലാക്കണം. എൻ്റെ ക്ഷമയ്ക്കെല്ലാം ഒരു അതിരുണ്ട് കേട്ടോ. ആ, എന്ന് അച്ഛൻ പറഞ്ഞ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.